അത് ശരി. എന്താ പറയുന്നത്, അക്ഷയപാത്രത്തിൽ ചോറ് വെക്കുമ്പോൾ എന്നെ 4 വന്നു. സന്തോഷം. കറക്റ്റ് സമയത്തിന് എത്തിയില്ലേ? എന്തായാലും ചാമ്പ്യന് ഒരു പോയി ചോറ് എടുക്കുകയാണ്. എന്താത് നമ്മുടെ ദേവദാസ എന്താ പറയാ, വീട്ടിൽ വന്നു. അപ്പളെ പോയി ചായയും വെള്ളവും കൂടി കുടിക്കാൻ തന്നില്ല. നിങ്ങളുടെ ചോറ് വെക്കണം പറഞ്ഞിട്ട് ഓടിക്കൊണ്ട് വന്നു. 12 മണിയാകുമ്പോഴേക്കും ഇവിടെ എത്തണം, ചോറ് വെക്കാനുണ്ട്. ചാമ്പിച്ച ഞാൻ പോണു പറഞ്ഞിട്ട് രണ്ടാളും കൂടി നിങ്ങളുടെ പരിപാടിക്ക് വിളിക്കാൻ വന്നു, ഓടിക്കൊണ്ട് വന്നു. 12 മണിയാകുമ്പോഴേക്കും ഇവിടെ ചോറ് വെക്കൂല്ലേ? അപ്പളേ ഇങ്ങോട്ട് വരി. ഞാനിപ്പോ എവിടെയാ വന്നിരിക്കണ പറഞ്ഞ അകത്തേത്തറ അക്ഷയപാത്രത്തിന്റെ അടുത്താണ് കേട്ടോളി. ഏത് അതാ അക്ഷയപാത്രക്കാരന്റെ 1000 ദിവസമാണ് ഇല്ലെന്ന്. 1000 ദിവസം തികയണ ദിവസമാണെന്ന്. ആ ദിവസത്തിൽ ചാമ്പ്യനും വന്നതാണ്. ഇതാണ് കേട്ടോളി, കണ്ടോളി. അക്ഷയപാത്രത്തിലെ ഇവിടെയാണ് ഇല്ല നമ്മ ചോറ് വെക്കുന്നത്. ചോറ്റ് പൊതിയൊക്കെ വെച്ചിട്ടുണ്ട്. ഇവിടെ നിന്നാണ് ആൾക്കാര് രക്ഷ ഇല്ലേ? അന്നദാനം മഹാദാനമാണ്. ഏത് ഒരുപാട് ആൾക്കാർക്ക് അന്നദാനം മഹാദാനം എന്ന് ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട്. ആശ്രയം എന്താ പറയാ, നിങ്ങൾ വലിയ ഒരു ആശ്രയമാണിത്. മതി മതി പറയുന്നത് തോന്നേ ഉള്ളൂ. ബാക്കി പണം എത്ര കോടി കിട്ടിയാലും മനുഷ്യന് മതിയാവില്ല. അപ്പൊ ആഹാരമാകുമ്പോ വൈകുന്നേരം കൊടുത്തില്ലേ, മതി വൈകുന്നേരം ഇനി വേണ്ട പറയും. വളം വേണ്ട പറയും. ചാക്ക് കണക്കിന് പണം കൊണ്ട് കൊടുത്താലും ഇനിയും വരട്ടെ, ആരെങ്കിലും കൊണ്ട് വരുന്നോ പറഞ്ഞ് നോക്കും. അപ്പൊ ഇത് മനുഷ്യന് മതിയാകുന്ന ഒരു പ്രവൃത്തി കൂടിയാണ്. അത് മഹാദാനമാണ്. എന്തായാലും അക്ഷയപാത്രക്കാര് 1000 ദിവസം തയ്ക്കുന്ന ദിവസത്തിൽ തന്നെ ഞാൻ ഇങ്ങോട്ട് വന്നതാണ്. അക്ഷയപാത്രത്തിലെ ചോറാണ്. നമ്മുടെ അകത്തെത്തറിയിലാണ്. അകത്തെത്തറിയിൽ പരിസരങ്ങളിൽ എവിടെയെങ്കിലും വന്ന് ആഹാരത്തിന് വഴിയില്ല പറയുന്നു, ഒരു നേരം ഭക്ഷണം കിട്ടാൻ കബഡിയില്ല പറയുന്നു, നേരെ വന്നാൽ നമ്മുടെ ചിത്ര ജംഗ്ഷനിലാണ് കേട്ടോളി. അകത്തേത്തറ ചിത്ര ജംഗ്ഷനിലാണ് വന്നിട്ട് രാവിലെ കൊടുക്കണ്ടോ? രാവിലത്തെ പലകാര്യങ്ങളും കൊടുക്കണ്ടോ? അപ്പൊ ചില്ലറിയല്ലാട്ടോ, രാവിലെ പലകാര്യവും കൊടുക്കണ്ട. അക്ഷയപാത്രക്കാരെ മാത്രമല്ല മലമ്പുഴ പഞ്ചായത്തിലും ചെയ്യുന്നുണ്ട്. ഇത് അകത്തറ പഞ്ചായത്തിലെ സ്ഥലമാണ്. ഇവിടെ അല്ലാതെ ഞങ്ങൾ മലമ്പുഴ പഞ്ചായത്തിൽ ചെയ്യുന്നുണ്ട്. 2 പഞ്ചായത്തിൽ ചെയ്യുന്നുണ്ട്. തൊട്ട് പഞ്ചായത്ത് മലമ്പുഴ പഞ്ചായത്തിലും ഉണ്ടാ. മന്തക്കാട് ജംഗ്ഷനിൽ ചെയ്യുന്നുണ്ട്. അത് പറഞ്ഞോളി, മന്തക്കാട് ജംഗ്ഷനിലും ഇതേപോലെ അക്ഷയപാത്രം ചോറും ഭക്ഷണവും ഒക്കെ വെക്കുന്നുണ്ട്. വീട്ടിലെ ഭക്ഷണമാണ്. ഓരോ വീട്ടുകാരും ഇല്ലേ സഹകരിക്കണ്ടില്ലേ? തന്നെ സന്തോഷമായി. എന്നും നിറഞ്ഞു വരട്ടെ. ദൈവം എല്ലാവിധ ഐശ്വര്യങ്ങളും നിങ്ങൾക്ക് തരട്ടെ. അന്നദാനമായ മഹാദാനം നിങ്ങൾ ചെയ്യല്ലേ. വളരെ സന്തോഷം. ചെയ്യുന്ന അല്ലാണ്ട് ഇങ്ങനെ നടക്കില്ലല്ലോ. എല്ലാവരും സഹകരണമാണല്ലോ. സാമ്പത്തികമായിട്ട് ഞങ്ങളെ സഹായിക്കുന്നുണ്ട്. സാമ്പത്തികമായി സഹായിക്കുന്നവർക്ക് കൂടി ചാമ്പ്യന്റെ എല്ലാവിധ അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ് ടോളി. അകത്തേത്തറിയിലെ അക്ഷയപാത്രത്തിന് വേണ്ടി സാമ്പത്തിക സഹായം ചെയ്യുന്നവർക്ക് ചാമ്പ്യന്റെയും സംഘടനന്റെ പേരിലും എല്ലാവിധ അനുഗ്രഹങ്ങളും നമ്മ നേരുകയാണ്. ഇനിയും സഹായിക്കാനുള്ള സന്മനസ് ഉണ്ടാകട്ടെ. അതേപോലെയാണ് നമ്മുടെ പരിപാടിയിലെ രക്തദാന പരിപാടി അവിടെ നടന്നുകൊണ്ടിരിക്കേണ്ടത്. അത് ഒന്ന് കാണണം പറഞ്ഞിട്ടാണ് നമ്മള് അക്ഷയപാത്രത്തിന്റെ 1000 ദിവസം തികയുന്നതിന്റെ ഭാഗമായിട്ട് ഇന്നൊരു രക്തദാന ക്യാമ്പ് പാലക്കാട് ശരി സേവന സമാജമായി സഹകരിച്ചുകൊണ്ട് PSS സ്കൂളിൽ നടക്കുന്നു. അവിടെ നടക്കുന്നുണ്ട്. അങ്ങോട്ട് പോകുക. അപ്പോളെ ഇവിടുത്തെ കാഴ്ച കണ്ടോളി, ഞങ്ങൾ അങ്ങോട്ട് പോവുകയാണ്. സന്തോഷം.